ഇത് നേരത്തെ പിടിച്ചതിനേക്കാളൊക്കെ കുറച്ച് മുഴുത്തതാണ് കേട്ടോ. നമ്മുടെ അണ്ടികളിയുടെ മുള്ളു കുത്തിക്കൊണ്ടതാണ് കേട്ടോ. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇത് നമുക്കൊരു വരാൽക്കുട്ടനെ കിട്ടിയേക്കുവാണ് കേട്ടോ. മെയിൻ സാധനം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഒരു കൈച്ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ കൈച്ചൂണ്ടൊക്കെ കയ്യിലുള്ളപ്പോൾ ഏകദേശം കാര്യം പിടി കിട്ടി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ കുളത്തിൽ നമ്മൾ ചൂണ്ടയിട്ടൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന മണ്ണിരയാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ മീൻ കിട്ടുമോ ഇല്ലെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ മീനിൻ്റെയൊക്കെ ഏറ്റവും ഫേവററ്റ് ഫുഡാണ് കേട്ടോ നമ്മുടെ മണ്ണിര. അപ്പോൾ ഒരു മണ്ണിരേനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്തങ്ങ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടയിടാനായിട്ടുള്ള സെറ്റപ്പിലാവും. അപ്പോൾ മണ്ണിരേനെ നമ്മൾ കോർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അണ്ടികള്ളി കല്ലടാന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് മീൻ, നമ്മുടെ വരവെന്തായാലും മോശമായിട്ടില്ല. നമുക്ക് ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീനെ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ചധികം പേര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നോണം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. സെയിം മീൻ തന്നെയാണ്, അണ്ടികളിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ മാറി നിൽക്ക്. അപ്പോൾ ഈ മീൻ ചാടി വയറ്റി കയറിയത്. അപ്പോൾ ഇതിനൊരു നോർമൽ വലുപ്പത്തിലുള്ള കേട്ടോ, വലിയ സൈസല്ല. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പം കൂടെ ചൂണ്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് എത്തണുണ്ട്. അടിപൊളി. അപ്പൊ അങ്ങോട്ട് മാറിയേക്ക്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. ഇത് നേരത്തെ പിടിച്ചതിനേക്കാളൊക്കെ കുറച്ച് മുഴുത്തതാണ് കേട്ടോ. അവൻ അടങ്ങി നിൽക്കുന്നില്ല. ഇനി മാറിയേക്ക് തായപ്പൂ. മീൻ ചാടി മേത്ത് കയറുന്നുണ്ടോ. കണ്ണുവഴിയാട്ടോ കയറിയേക്കുന്നത്. അപ്പോൾ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈഹാനും കൂടെ ചൂണ്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല
നല്ല ചാകരയാന്ന് തോന്നുന്നു കേട്ടോ. അതെ അപ്പൂനിപ്പോൾ ഒരു മീനെ കിട്ടിയുള്ളൂ, അതിൻ്റെ പുറകെ നമുക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവന്മാരൊന്നും അത്ര സൈസല്ല. ഞാൻ ഈ കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കണതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് നമുക്ക് ഈ കല്ലടേനെ തന്നെയാണ് കൂടുതലും കിട്ടിയത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പട്ടേരി എന്ന് പറയുന്ന ഒരു വലിയൊരു തറവാടുണ്ട്, അവിടുത്തെ കുളമാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു പ്രാവശ്യം വരാലൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം ചൂണ്ടിട്ടിട്ട് നമുക്ക് ഈ അണ്ടികളിനെ മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ അപ്പൂനും മീൻ കിട്ടി. അപ്പോൾ റൈഹാനും ഒരെണ്ണം കിട്ടിയതായിരുന്നു, അത് പിടിച്ച വഴി തന്നെ പോയി. നമ്മുടെ അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൂന് കിട്ടിയിരിക്കുന്നു നീ. അപ്പോൾ നമ്മുടെ അപ്പൂന് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് കിട്ടിയതിനേക്കാൾ കുറച്ച് വലുതാണ്. നമ്മുടെ 7ാമത്തെ മീനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇത് നമുക്കൊരു വരാൽക്കുട്ടനെ കിട്ടിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ ഷംസിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പിടിക്കുന്നതിൻ്റെ ആ ഒരു രംഗങ്ങൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വരവ് മോശമായില്ല. നമുക്കൊരു കിടിലൻ നാടൻ വരാലിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരാലും കൂടെ വന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല കേട്ടോ. നമ്മുടെ ഒരു ചെറിയ ബക്കറ്റായിരുന്നു. അപ്പോൾ നമ്മൾ വലിയൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മീനെ അങ്ങോട്ട് മാറ്റാൻ പോവാണ്. നമ്മുടെ മെയിൻ സാധനം പഠിക്കല്ലേ. നമ്മുടെ അണ്ടികളിയുടെ മുള്ളു കുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ റൈഹാൻ അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അണ്ടികളി തന്നെയാണ്. ഞാൻ വരാം ഇത് പിടിക്കാം. അവൻ ഭയങ്കര പിടക്കലായതുകൊണ്ട് റൈഹാൻ ഊരാനായിട്ട് ചെറിയൊരിത് എന്തേ ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ഇതേത് ഇങ്ങനെ അങ്ങോട്ട് ഊരുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂറത്തെ പരിപാടിക്ക് ശേഷം നമ്മളിത് നമ്മുടെ ചൂണ്ടയിടൽ അവസാനിപ്പിക്കുക കേട്ടോ. നമ്മുടെ വരാൽക്കുട്ടൻ ഉൾപ്പെടെ നമുക്ക് 9 മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു കോർമ്പലിൽ കോർത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മളിതേ ഒരു കോർമ്പലിൽ കോർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഇത്രയും മീനാണ് കേട്ടോ ഇന്ന് ചൂണ്ടയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മുടെ വരാൽക്കുട്ടൻ ഉൾപ്പെടെ ഏകദേശം ഒരു 9 മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീനൊക്കെ വെട്ടിക്കഴുകി മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഷംസ് 2 കണ്ണും വായൊക്കെ വെച്ചിട്ട് നല്ലോണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വരാലൊക്കെ വറുത്താലുള്ള ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അധികമൊന്നുമില്ല, നമുക്ക് ഒരു നേരത്തെ ഒരു ലഞ്ചിന് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും നോക്കാനില്ല, ഇനി ഇത് കഴിച്ചു തീർത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.